വെള്ളരി കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വള്ളി നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൽ കാ പിടിക്കത്തില്ല. ഇങ്ങനെ പടർത്തി ഇങ്ങനെ വിട്ടെന്ന് പറഞ്ഞിട്ട് കാ പിടിക്കത്തില്ല. ഇതിന് കാ പിടിക്കണമെങ്കിൽ ഒരു സൂത്രപ്പണിയുണ്ട്. നമ്മൾ ഈ വള്ളിയെ റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ 4 ചുറ്റും കറക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നുണ്ട ഒരു മുളച്ച് വരും. അതിനകത്താണ് ഈ കാ പിടിക്കുക. കണ്ട, ഈ റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിനകത്തൊരു ചെറിയ കാ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ഇതുണ്ട്, റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ വള്ളി ചെറുതായിട്ട് വളരുമ്പോൾ തന്നെ അതിനകത്ത് കാ പിടിക്കുന്നുണ്ട്. ഇതിൽ കിടക്കുന്ന കായകൾ ഇത് റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ പിടിച്ച് വരുന്ന കായകളുണ്ട്. ഇപ്പോൾ കണ്ടമന കായ പിടിക്കുക ഇതിനകത്ത്. ഇതുണ്ട്, 2 കായൊക്കെയാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അത് റൗണ്ട് ചെയ്ത് കൊടുക്കണമെങ്കിലേ കാ പിടിക്കത്തുള്ളൂ. ഇതുണ്ട്, റൗണ്ട് ചെയ്തതിന് ശേഷം വരുന്ന വള്ളിക്കകത്താണ് ഈ കായ ഇത് പിടിക്കുന്നുണ്ട്. ഈ കാ പിടിക്കുന്നുണ്ട്. ഇത് റൗണ്ട് ചെയ്ത് കൊടുക്കണുണ്ട്. അതിന് മൂട്ടിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതിനകത്ത് വരുന്നുണ്ട് 2 കായൊക്കെ പിടിക്കുന്നത്, 2 വെള്ളരിക്കയൊക്കെയാണ്. അപ്പോൾ വെള്ളരി കൃഷി ചെയ്യുന്നവർ ഒരിക്കലും നീളത്തിൽ വിടരുത്. നീളത്തിൽ വിട്ടാൽ കാ പിടിക്കത്തില്ല. കണ്ടോ, ഈ വള്ളി കണ്ടോ, നീളത്തിൽ വരികയാണ്, അതിനകത്ത് കാ ഉണ്ടാകത്തില്ല. നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കണം. റൗണ്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ കാ കണ്ടമാനം പിടിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കാ പിടിക്കത്തില്ല. ഇങ്ങനെ ചുമ്മാ നീളത്തിൽ പോകത്തേ ഉള്ളൂ. കൃഷി ചെയ്യുന്നവർ ഇതിൽ കാ പിടിക്കുന്നില്ല, അങ്ങനെ നമ്മൾ നട്ടിട്ടൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാ പിടിക്കണമെങ്കിൽ ഇങ്ങനെ വെള്ളരി റൗണ്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ കാട് പോലെ കയറത്തേ ഉള്ളൂ. ഇതിനകത്ത് കാ പിടിക്കത്തില്ല. റൗണ്ട് ചെയ്താൽ മാത്രമേ കാ പിടിക്കത്തുള്ളൂ. നല്ലതിരിക്ക് ചുറ്റി വളച്ച് വെച്ച് കൊടുത്ത് മരുന്നും വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട കുറച്ച് നീളത്തിൽ വരുമ്പോൾ അതിൻ്റെ കായും പിടിക്കും. അതിൻ്റെ അടുത്ത് ചെറിയ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് മുളച്ച് വരുന്നുണ്ട് കായുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വെള്ളരി കൃഷി ചെയ്യുക. അപ്പോൾ നല്ല വിളവെടുക്കാൻ പറ്റും, നല്ല കൃഷി ചെയ്യാനും പറ്റും. ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷമുണ്ടാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ കാട് പിടിക്കുന്ന പോലെ ആവത്തേ ഉള്ളൂ, കാ പിടിക്കത്തില്ല. നമ്മളെല്ലാവരും കുറ്റം പറയും, കൃഷി ചെയ്തിട്ട് ഒന്നും കിട്ടുന്നില്ല, നഷ്ടമാണെന്ന്. അതിങ്ങനെ ചെയ്യണം മെത്തേഡായിട്ട്.